വടക്കേ അമേരിക്കയുടെ കടൽ തീരങ്ങളിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കാഴ്ചയുണ്ട്. വെള്ളയും ചാരനിറവും കലർന്നിട്ടുള്ള നിറത്തിലുള്ള കടൽക്കാക്കകളെ ഈ ഒരു കടൽ തീരങ്ങളിൽ പതിവായി കാണാറുണ്ട്. അപ്പോൾ ആ കാക്കകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കൊക്കില്, അതിൻ്റെ ചുണ്ടില് ഒരു ചുവന്ന ഒരു കുത്ത് ഉണ്ടായിരിക്കും. അപ്പോ ഗവേഷകർ ഈ ഒരു പക്ഷിയിൽ പരീക്ഷണം നടത്തുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ഈ കൊക്കിന്റെ ഒരു പ്രത്യേകത, ചുവന്ന ഒരു പൊട്ടുണ്ട്. അപ്പോ ഇതിന്റെ കുഞ്ഞുങ്ങൾ, ഈ ഇത് തള്ളപ്പക്ഷിയായിട്ട് വരുന്ന പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഭക്ഷണം ആവശ്യം വരുമ്പോൾ ഈ ചുവന്ന പൊട്ടിൽ വന്ന് കൊത്തുകയാണ് ചെയ്യാറ്. അപ്പൊ കുഞ്ഞു കുട്ടികൾ, ഇൻഫന്റ് ബേബീസ് ഒക്കെ പലപ്പോഴും അതിന് ഭക്ഷണം ആവശ്യം വരുമ്പോൾ ഒന്നുകിൽ കരയുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യം ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ചെയ്യാറുള്ളത്, ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ഈ ചുവന്ന പൊട്ടിൽ വന്ന് കൊത്തുമ്പോഴാണ് തള്ളപ്പക്ഷിക്ക് മനസ്സിലാവാതെ ഭക്ഷണം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് കൊത്തുന്നത്. കാരണം തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇത് ശ്രദ്ധിച്ചിരുന്ന ഗവേഷകർ ഈ ഒരു പക്ഷി പറന്നു പോകുന്ന സമയമുണ്ട്, അതിന്റെ തീറ്റി അല്ലെ ഇരയെടുക്കുവാനായിട്ട് അത് പറന്നു പോകുന്ന സമയത്ത് ഈ കൂടിന്റെ സമീപത്തെത്തിയിട്ട് കുറെ കൃത്രിമമായിട്ടുള്ള തള്ളപ്പക്ഷികളെ ഉണ്ടാക്കി, കാർഡ്ബോർഡ് കൊണ്ട് തള്ളപ്പക്ഷികളുടെ രൂപമുണ്ടാക്കി, തള്ളപ്പക്ഷി എന്ന് തോന്നുന്ന അതേ രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി, അതിന്റെ തല മാത്രം, ഉടലില്ലാതെ തല മാത്രം ഉണ്ടാക്കിയിട്ട് അതിന്റെ കൊക്കിൽ ഇതുപോലെ തന്നെ ചുവന്ന ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം തലകൾ കൊണ്ട് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കൂടിന്റെ അടുത്ത് കൊണ്ട് വെക്കുകയുണ്ടായി. അപ്പോൾ ഇവർ വിചാരിച്ചു, സാധാരണ തള്ളപ്പക്ഷിയെ കാണുമ്പോൾ കൊത്തുന്നത് പോലെ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവര് സാധാരണ ഈ ഒരു കബളിപ്പിക്കൽ മനസ്സിലായിക്കൊണ്ട് പിൻവലിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ കാർഡ്ബോർഡ് കൊക്കുകളുടെ ചുണ്ടുകളിലും ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ കൊത്തുവാനായിട്ട് തുടങ്ങി. അപ്പോ ഒന്നിലധികം തലകൾ അല്ലെങ്കിൽ ഒന്നിലധികം കാർഡ്ബോർഡ് കൊക്കുകളെ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ചുവന്ന പൊട്ടുകൾക്ക് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള ചുവന്ന പൊട്ടുകൾ വെച്ചപ്പോൾ അതിന്റെ കൊത്തലിന്റെ ശക്തി കൂടി. ആദ്യം ചെറിയ ഡോട്ടുകളിൽ കൊത്തുന്നതിനേക്കാൾ സ്പീഡിൽ ഈ വലിയ പൊട്ടുകളുള്ളിടത്ത് ഇത് കൊത്തുവാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഒന്നിലധികം പൊട്ടുകളുള്ള പക്ഷിയുടെ തലകൾ കൊണ്ടുവച്ചപ്പോ ആവേശത്തോടു കൂടി ഇത് വന്ന് വീണ്ടും കുത്തുന്നതായിട്ട് അറിയാൻ കഴിയും. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്തു വിടുന്നു ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്വഭാവങ്ങൾ പിന്നീട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളിലുണ്ടായിരിക്കുക. അപ്പോൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങളിൽ കണ്ട ഒരു കാര്യം, അല്ലെ ഈ വടക്കേ അമേരിക്കയുടെ കടൽ തീരങ്ങളിൽ കാണുന്ന കടൽക്കാക്കയുടെ കൊക്കുകളിലുള്ള ചുവന്ന പൊട്ടിന് സമാനമായിട്ടുള്ള ഒരു സംഗതി കാണിച്ചപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഇത് വന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി, കൊത്തുവാൻ തുടങ്ങി. അതിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച്, അപ്പൊ ആ പൊട്ടിന്റെ വലിപ്പം കൂടിയപ്പോൾ അവന് വളരെ വേഗത്തിൽ വന്ന് കൊത്താൻ തുടങ്ങി. ഒന്നിലധികം പൊട്ടുകൾ ഉള്ള ചുണ്ടുകൾ വെച്ചു കൊടുത്തപ്പോൾ ആവേശത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും കൂടെ വന്ന് വളരെ സന്തോഷത്തോടു കൂടി കൊത്തുന്ന കാഴ്ച കാണാൻ കഴിയും. അപ്പൊ ഇത് ഈ ഒരു കടൽക്കാക്കകളിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സ്വഭാവ സവിശേഷത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിലൊക്കെ ചെറുപ്പത്തിലെ നമ്മളിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന ചില ശീലങ്ങളുണ്ട്. ഇത് കാലക്രമത്തിൽ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. അത് വർഷങ്ങൾ കഴിഞ്ഞാലും തലമുറകൾ കഴിഞ്ഞാലും മാറാതെ തുടരുമെന്നുള്ളതാണ് ഈ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ അവിടെയും പറയുന്ന സംഗതി ഇതാണ്: ആകർഷകമാക്കുമ്പോൾ ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആവേശം കൂടും. കാരണം ആ പൊട്ടുകളിൽ ഇവർ കൊത്തിക്കൊണ്ടിരുന്നു. ഒന്നിലധികം പൊട്ടുകളുള്ള കൊക്കുകൾ വെച്ചപ്പോൾ വീണ്ടും ആവേശത്തോടു കൂടി ചെയ്യാനുള്ള ഒരു താല്പര്യം ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളുടേതായിട്ടുള്ള ചില ശീലങ്ങളുണ്ട്, നമ്മളെ ചില പ്രോഗ്രാമൈസേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തെ കൂടുതൽ ആകർഷകമാക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ആവേശത്തോടു കൂടി അല്ലെങ്കിൽ മടുപ്പില്ലാതെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ സ്വഭാവം, ശീലം തുടങ്ങുവാനായിട്ട് ആരംഭിച്ചു. അത് നമ്മളിങ്ങനെ ക്രമേണ കൊണ്ട്, പക്ഷെ കുറെ അധികം കാലം ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും മടുക്കും.
അല്ലെ, ബോറടിയൊക്കെ ഉണ്ടായിട്ട് അത് നിർത്തിയിട്ടൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ, ആ ഒരു ശീലത്തെ നമ്മൾ കൂടുതൽ ആകർഷകമാക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്നും തുടർന്ന് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ മടുപ്പില്ലാതെ അതിനെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ വലിപ്പം കൂടുന്തോറും ആ കൊക്കുകളുടെ പൊട്ടുകൾക്ക് വലിപ്പം കൂടുന്തോറും ആ പ്രതികരണത്തിന്റെ, അതിൽ വന്ന് കൊത്തുന്ന കുഞ്ഞു കിളികളുടെ തീവ്രത വർദ്ധിച്ചു, തീവ്രമായിട്ട് കൊത്തുവാൻ തുടങ്ങി. എണ്ണം പൊട്ടുകളുടെ കൂടുതലുള്ള കൊക്കുകൾ വെച്ചപ്പോൾ എല്ലാ പക്ഷിക്കുഞ്ഞുങ്ങളും കൂടെ ആവേശത്തോടു കൂടി വന്ന് കൊത്തുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഓരോ ജീവിയുടെയും തലച്ചോറില് ചില സ്വഭാവ നിയമങ്ങൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയും. അപ്പം നിയമത്തിന്റെ ഒരു വികസിത രൂപം കാണുമ്പോൾ തലച്ചോറ് ഒരു ക്രിസ്മസ് ട്രീ പോലെ തെളിയാൻ തുടങ്ങും. തലച്ചോറ് നല്ല ക്രിസ്മസ് ട്രീ പോലെ തെളിയാൻ തുടങ്ങും. കാരണം നമ്മുടെ മൈൻഡിൽ എഴുതി വെച്ചിരുന്ന ചില സ്വഭാവ നിയമങ്ങൾ, ആ നിയമം കൂടുതൽ വലുതായിട്ട് കാണുമ്പോഴോ ആകർഷകമായിട്ട് കാണുമ്പോഴോ നമ്മുടെ ബ്രെയിൻ അവിടെ വളരെ പവർഫുൾ ആയിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്നുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമുക്ക് പലപ്പോഴും ചെയ്യാൻ സമയത്തിന്റെയൊക്കെ കാര്യം പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ഏതെങ്കിലും ശീലമുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുന്ന എന്താണോ അതിനെ കൂടുതൽ ആകർഷകമാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് താല്പര്യത്തോടെ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന്റെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തലമുറകളുടെ മൈൻഡിൽ എഴുതി വെച്ചിരുന്ന ഒരു നിയമമുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛന്റെ മുത്തച്ഛന്റെ അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ അത് എത്തി നിൽക്കുന്ന എവിടെയായിരിക്കാം? ഏതെങ്കിലും കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനായിരിക്കാം നമ്മുടെ പൂർവികർ, അല്ലെ? ശരിക്കും അത് ചിന്തിച്ചു നോക്കുക. ഇപ്പോഴാണ് നമ്മൾ ഈ സുന്ദരമായ വീട്ടിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ നല്ല കസേരയിലും മേശയൊക്കെ വെച്ച് നല്ല ടേബിളിലും ഒക്കെ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ പൂർവികരുടെ അങ്ങ് പുറകോട്ട് നോക്കുമ്പോൾ കാട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ ഉണ്ടാവും. മരത്തിലൊക്കെ അവർക്ക് ഇന്നത്തേതുപോലെ നമ്മളെ പോലെ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കുരങ്ങുകളൊക്കെ മരത്തിൽ കയറുന്ന പോലെ രണ്ട് കൈയും കാലും ഉപയോഗിച്ച് വളരെ വേഗത്തിലൊക്കെ കയറാൻ കഴിവുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ മൈൻഡിൽ എഴുതി വെച്ചിരുന്ന ഒരു സ്വഭാവ നിയമങ്ങളുണ്ട്. കാരണം അന്ന് അവിടെ കിട്ടിയിരുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കായ്കനികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗത്തെ അതിന്റെ മാംസങ്ങളായിരിക്കാം, അതിനെ ചുട്ട് തീ കണ്ടുപിടിച്ചതിന് ശേഷം തീയിൽ വേവിച്ചിട്ടൊക്കെ കഴിക്കുകയായിരിക്കും. അപ്പൊ ഇന്ന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലാം കൃത്യസമയത്ത് കഴിക്കുന്ന ഒരു ശീലം. രാവിലെ അവൻ 7 മണിക്ക് കഴിക്കുന്നു, ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിക്കുന്നു, വൈകുന്നേരം 6 മണിക്ക് കഴിക്കുന്നു. ഇങ്ങനെ കൃത്യ ടൈം. ചിലർക്ക് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായ കുടിക്കണം, രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇങ്ങനെ ചില ഒരു നിയമരീതി നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യവുമായിട്ട് അത്തരത്തിലൊരു നിയമം നമ്മൾ അറിയാതെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയം നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും കിടക്കുക. പക്ഷെ അന്നത്തെ ഈ പൂർവികർക്ക് ഇങ്ങനെ ഒരു സമയവും കാലവും ഒന്നും ഉണ്ടായില്ല. കാരണം എന്തൊക്കെ എവിടെയാണോ ഭക്ഷണം കിട്ടുന്നതെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. കിട്ടുന്ന സമയത്ത് അവര് വളരെ നന്നായിട്ട് ആഹാരം കഴിക്കും. കാരണം പിന്നെ അടുത്ത തവണ സമയത്ത് കിട്ടിയില്ലെങ്കിലും അതിനും കൂടെ കൂട്ടി ഇപ്പോഴേ കഴിച്ചു നോക്കും. രാവിലെ കുറച്ച് കായ്കനികളൊക്കെ നിറയെ കിട്ടി, ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണത്തിനും കൂടെ കൂട്ടിയുള്ളത് വയറ് നിറയുന്നത് വരെ അവരന്ന് കഴിക്കുമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടില്ല, വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം വീണ്ടും ഭക്ഷണം കിട്ടുക. അപ്പോ കിട്ടുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ കഴിക്കുകയും സമയവും കാലവും ഒന്നും അവർക്ക് ബാധകമല്ലായിരുന്നു. ഇങ്ങനെ കഴിക്കുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോ ആ പൂർവികർക്ക് ഒരു പ്രത്യേകതയുള്ളത്, അപ്പൊ അവരുടെ തലച്ചോറിനെ ഉത്സാഹപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ കഴിക്കുന്ന ഭക്ഷണത്തില് നല്ല ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവരുടെ ബ്രെയിനിൽ ഇവർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഭക്ഷണങ്ങൾ. കാരണം അങ്ങനെയുള്ള ഒരു ഭക്ഷണമൊന്നും അന്നത്തെ കാലത്ത് കിട്ടുന്നില്ല. കാരണം അവർക്കൊന്നും ഇന്നത്തേതുപോലെ ഷുഗർ പേഷ്യന്റുകളായിരുന്നിരിക്കില്ല, പ്രഷർ ഉള്ളവരായിരുന്നിരിക്കില്ല. കാരണം അത്തരം ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ലായിരുന്നു. ഇന്നാണ് നമ്മൾ അതൊക്കെ അതിനുവേണ്ടി ഭക്ഷണത്തിലൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ വെക്കണം. കാരണം മധുരം അധികം കഴിക്കരുത്, ഉപ്പ് ഒഴിവാക്കണം, അല്ലെങ്കിൽ വെള്ള നിറമുള്ളതൊക്കെ വിഷമാണ്, വൈറ്റ് പോയിസൺസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാറ്റഗറിയിൽപ്പെടുത്തി ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അറിയാം, ഉപ്പ്, പഞ്ചസാര, ഇങ്ങനെയൊക്കെ വെളുത്ത വിഷങ്ങളാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർക്ക് അവർക്ക് ഉപ്പും പഞ്ചസാരയും കൊഴുപ്പും ഒക്കെ അവരുടെ മനസ്സിലൊരു വളരെ അനുഭൂതിയായിരുന്നു. കാരണം അതൊരെണ്ണം കിട്ടുക, കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വല്ലപ്പോഴും യാദർശ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നായിരുന്നു. അപ്പൊ അതിനോടൊരു അഭിനിവേശം അന്നേ നമ്മുടെ പൂർവികരുടെ ബ്രെയിനിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമ്മുടെ ബ്രെയിനിലും ഉണ്ട് എന്നാണ് പറയുന്നത്.
അതുകൊണ്ടായിരിക്കാം നമുക്ക് മധുരത്തോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കാൻ താല്പര്യം തോന്നുന്നത്, കൊഴുപ്പ് ഉള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എരിവിനോട് നമുക്ക് താല്പര്യം തോന്നുന്നത്, മസാലക്കൂട്ടൊക്കെ ചേർത്ത നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് താല്പര്യം തോന്നുന്നതിന്റെ കാര്യം ഇതാണ്. അന്നേ എഴുതി ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ബ്രെയിനിൽ. അപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷെ അന്ന് അതിന്റെ താല്പര്യം നല്ലതായിരുന്നു, കാരണം വല്ലപ്പോഴും മാത്രമാണ് ഇതൊക്കെ കിട്ടിയിരുന്നത്. മധുരമുള്ളത്, ഉപ്പുള്ളത്, അല്ലെങ്കിൽ എരിവുള്ളത് ഒക്കെ കിട്ടുന്ന വല്ലപ്പോഴുമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോൾ വിചാരിച്ചത് നമുക്ക് മധുരമുള്ള ആഹാരം കഴിക്കാം, എപ്പോൾ വിചാരിച്ചാലും നമുക്ക് ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കാം, എപ്പോൾ വിചാരിച്ചാലും എരിവുള്ള മസാലക്കൂട്ട് ചേർത്ത ഭക്ഷണം കഴിക്കണം. നമുക്ക് വിചാരിച്ചാൽ ആ നിമിഷം തന്നെ കഴിക്കാൻ പറ്റും. ഒന്നുകിൽ വീട്ടിൽ പാകം ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി കഴിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഊബറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മതി, സാധനം വീട്ടിൽ കൊണ്ടുതന്നെ എടുത്ത് കഴിക്കാം. അപ്പോ ഇന്ന് നമ്മൾ കലോറികൾ നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം കലോറി കൂടുതലാണ് ഇത്തരമുള്ള ഭക്ഷണങ്ങൾ പണ്ടത്തെ ഭക്ഷണത്തെ അപേക്ഷിച്ച്. അപ്പൊ ഈ കലോറി കൂടുതലുള്ളത് കഴിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോ അന്നേ എഴുതി ചേർത്ത് വെച്ചിരുന്ന ആ ഒരു അഭിനിവേശം, മധുരത്തോടുള്ളത്, എരിവിനോടുള്ളത്, പുളിയോടുള്ളത്, മസാലക്കൂട്ടുകളോടുള്ള ആ ഒരു അഭിനിവേശം ഇന്നും നമ്മളിൽ നിലനിൽക്കുന്നു. പക്ഷെ ഇന്ന് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് നമ്മളത് ഇഷ്ടം പോലെ കഴിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പോ കലോറി നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, പണ്ടത്തേതുപോലെയല്ല, ഇന്ന് ഭക്ഷണം സമൃദ്ധമായിട്ട് ഭക്ഷണം കിട്ടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് ഭക്ഷണം കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ മുന്നിലേക്ക് വന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെയൊക്കെ മരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഭക്ഷണം സമൃദ്ധമായി, ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ തുടങ്ങി. ഷവർമ കഴിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചില ഫുഡുകളൊക്കെ കഴിച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. കാരണം ഭക്ഷണം കിട്ടാതെയല്ല, ഭക്ഷണം കഴിച്ചിട്ടാണ് ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഉപ്പിനും പഞ്ചസാരയ്ക്കും കൊഴുപ്പിനും ഉയർന്ന മൂല്യം അന്നേ കൊടുത്തിരുന്നു. അന്നേ ഉള്ള ആളുകളുടെ മനസ്സിൽ ഈ ഉപ്പുള്ള ഭക്ഷണത്തിനും മധുരമുള്ള ഭക്ഷണത്തിനും എരിവുള്ള ഭക്ഷണത്തിനും ഒക്കെ ഉയർന്ന മൂല്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാവിൽ വെള്ളം ഓടുന്നത്, അല്ലെങ്കിൽ മധുരമുള്ള ജിലേബി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നത്, പുളിയുള്ള ഭക്ഷണത്തോട് നമുക്ക് കൊതി തോന്നുന്നത് അന്നേ നമ്മുടെ പൂർവികരുടെ ബ്രെയിനിൽ ചേർത്ത് വെച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു. ഈ പ്രോഗ്രാമിംഗ് ആണ് തുടർന്ന് നമ്മളിലൂടെ പോകുന്നത്. നമ്മളിലും ചെറുപ്പം തൊട്ടേ നമ്മുടെ അടുത്തുള്ളവരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്ന കണ്ട് നമ്മൾ അതിനെ ഒരിക്കൽ ടേസ്റ്റ് ചെയ്തു, അത് കൊള്ളാമെന്ന് തോന്നി, പിന്നെ എപ്പോഴും നമുക്ക് ഇതിനോട് ഇഷ്ടം തോന്നും. ഇത്തരം കാര്യങ്ങളിലെ ആ ഒരു ഗവേഷണ ഫലമായിട്ടാണ് ഇന്ന് പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന്റെ പിന്നിൽ സയന്റിസ്റ്റുകൾ വരെ പ്രവർത്തിക്കുന്നു. വലിയ വലിയ ഭക്ഷ്യ വിതരണ ശൃംഖലകളുടെയൊക്കെ പിന്നിൽ സയന്റിസ്റ്റുകളുടെ സേവനമുണ്ട്. ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോ അത് കാലക്രമത്തിൽ നമ്മൾ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി പാചകം ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണശാലകൾ, ഹോട്ടലുകൾ വന്നു. ഹോട്ടലുകളിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആകർഷകമായിട്ടുള്ള ഭക്ഷണം എത്തിക്കുക എന്നതാണ് ഇന്നത്തെ ഹോട്ടലുകളുടെ ലക്ഷ്യം തന്നെ. എത്രയധികം ആകർഷകമായിട്ട് ഭക്ഷണം എത്തിക്കുന്നു, അത്രയും കൂടുതൽ അത് കഴിക്കുവാനായിട്ട് ആളുകൾ ഹോട്ടലിൽ വരും. ഇത് തന്നെയാണ് ശീലങ്ങൾ. എത്ര ആകർഷകമാക്കുന്നോ അതിന്റെ അടുത്തേക്ക് ആളുകൾ വരും. ഇപ്പൊ വസ്ത്രം ധരിക്കുന്ന രീതി നോക്കുക. നമ്മൾ ഈ പറഞ്ഞ പൂർവികരുടെ കാലത്ത് എങ്ങനെയാണ് വസ്ത്രം അത്യാവശ്യത്തിന് മാത്രം ഏതെങ്കിലുമൊക്കെ മരത്തിന്റെ തോലുകളോ മൃഗത്തിന്റെ തോലുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. കാലക്രമത്തിൽ അതിന്റെയൊക്കെ ശൈലി മാറിയിട്ട് ഈ വസ്ത്രം കൊണ്ട് തന്നെ നമ്മൾ ആകർഷണീയമാകുന്ന രീതിയിലേക്ക് വന്നു. കാരണം ഇന്ന് നമ്മുടെയൊക്കെ വില നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ ഒരു തയ്യൽക്കാരന്റെ സേവനം നമ്മുടെ വിലയ്ക്ക് പിന്നിലുണ്ട്, അല്ലെ? എത്ര മനോഹരമായിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചിരുന്നു, അത്രയും അധികം നമുക്ക് അവിടെ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നൊരു രീതിയിലേക്ക്. എത്ര മനോഹരമായിട്ട് വസ്ത്രം ധരിക്കുന്നു, അത്രയും മികച്ച സ്ഥാനങ്ങൾ നമുക്ക് ആളുകളുടെ ഇടയിൽ കിട്ടാനൊക്കെ പറ്റും. അപ്പൊ അതിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, സെലിബ്രിറ്റികൾ, ഫിലിം സ്റ്റാർസ് ഒക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ അറിയാം. അത് കൂടുതൽ ആകർഷണീയമാക്കുന്നതനുസരിച്ചിട്ട് അവരോടുള്ള ആഭിമുഖ്യവും ആളുകൾക്ക്, പ്രേക്ഷകർക്ക് വർദ്ധിക്കുന്നുണ്ട്. അപ്പോ രുചിഭേദങ്ങൾ നാവിൽ വരുത്തിക്കൊണ്ട് ഭക്ഷണശാലകൾ പ്രവർത്തനം തുടങ്ങി.
അതായത് ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കാനുള്ള രീതികളെ കുറിച്ച് ഇന്ന് ഭക്ഷണശാലകളും ഫുഡ് ഇൻഡസ്ട്രിയിലെ പിന്നിലുള്ള സയന്റിസ്റ്റുകളും ഒക്കെ ഗവേഷണം നടത്തുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പുതിയ പുതിയ ഭക്ഷണങ്ങൾ, ഫ്രഞ്ച് ഫ്രൈസ് എന്നൊരു ഭക്ഷണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ടാവാം. ഏറ്റവും കുറഞ്ഞ് നമ്മുടെ വീട്ടിലെ കുട്ടികളോടെങ്കിലും ചോദിച്ചാൽ അറിയാം ഫ്രഞ്ച് ഫ്രൈസ് എന്താന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ നല്ല നീളമുള്ള ഒരു നല്ല അല്പം മഞ്ഞ നിറമൊക്കെയുള്ള ഒരു നീണ്ട സാധനം. നല്ല അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുറമെ നല്ല മൊരിഞ്ഞിരിക്കും, അല്പം കട്ടിയുള്ള സംഗതിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നല്ല മാർദ്ദവുമായിരിക്കും അതെടുത്ത് തിന്നുമ്പോൾ. ഇതേ രീതിയാണ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിന് ആവശ്യക്കാർ വർദ്ധിക്കും എന്ന് ഗവേഷകർ, സയന്റിസ്റ്റുകൾ, ഈ ഒരു ഫുഡ് വിതരണ ശൃംഖലകളിലെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പുറമേ കടുപ്പവും ഉള്ളിൽ മാർദ്ദവുമുള്ള ഭക്ഷണങ്ങൾക്ക് നമ്മുടെ നാവിലെ രുചിമുകുളങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ ഫലമായിട്ടാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നത് തന്നെ എന്ന് പറയാം. അത് പ്രധാനമായിട്ട് നമ്മുടെ KFC ചിക്കൻ്റെ സ്റ്റോറുകളിലൊക്കെ ചെന്നാൽ അവിടെ ഇതില്ലാത്തൊരു ഭക്ഷണത്തിന്റെ കൂട്ട് അവിടെ ഉണ്ടാവില്ല. അവിടെ ഒരു പാക്കേജ് ആയിട്ടാണ് ഭക്ഷണം തരിക. നമ്മൾ ചെന്നിട്ടൊരു KFC ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ അതല്ല തരിക, അതിൻ്റെ ഒപ്പം ഈ ഒരു പറഞ്ഞ സാധനങ്ങൾ കൂടെ എക്സ്ട്രാ അതിനൊപ്പം ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം ഉള്ളതാണ് അതിന്റെ ഒരു ബില്ല്. ഇങ്ങനെ വരും. ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്താണ് ശരിക്കും സംഗതി? നമ്മൾ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഉപേക്ഷിച്ചിട്ടിരുന്ന വെറും ഉരുളക്കിഴങ്ങാണത്. ഉരുളക്കിഴങ്ങിനെ കട്ട് ചെയ്തിട്ട് ആ ഒരു പ്രത്യേക രീതിയിൽ മുരിച്ചെടുത്ത് അതിന്റെ ഉള്ളിൽ ക്രീമിയൊക്കെ ആക്കി തരുന്ന ഒരു സംഗതിയാണ്. വെറും ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അതിന്റെ പേരൊക്കെ നല്ല ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു സംഗതിക്ക് നാവിൽ രുചിഭേദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതുണ്ടാക്കാൻ സാധിച്ചപ്പോൾ എന്തായി? ഇതിന്റെ ആവശ്യക്കാരേറാൻ തുടങ്ങി. ഇത് പോയി കഴിക്കുന്ന ആളുകൾ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു നമ്മുടെ മോളുടെ ഈ ഒരു എന്താണ് ആഗ്രഹങ്ങൾ എഴുതിയുള്ളത്, ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്ന കൂട്ടത്തിൽ കണ്ടതാണ്. ഇന്ന് അടുത്ത മാസം ഇത്രാം തീയതിക്ക് മുമ്പായിട്ട് എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം എന്നുള്ളത് വരെ എഴുതി ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ അത്രയൊക്കെയാണ്. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുക, അതിനോടൊപ്പം കോള ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ അതാണ്, അവരുടെ ഒരു അംബിഷൻ തന്നെ ആ രീതിയിലേക്ക് വന്നു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മറ്റൊരു ഭക്ഷണം, നമ്മുടെ ഒരു പാക്കറ്റിൽ കിട്ടുന്ന കുട്ടികളുടെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടല്ലോ, ലെയ്സ്. ആ ലെയ്സിന്റെ പ്രത്യേകത, ഇതിന്റെയും പ്രധാന കണ്ടന്റ് എന്താണ്? ഈ ഉരുളൻകിഴങ്ങ് തന്നെയാണ്. ഉരുളക്കിഴങ്ങിനെ കട്ട് ചെയ്തിട്ട് അതിൽ ചില രുചിഭേദങ്ങൾ വരുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സോസ് ചേർത്ത് പൊരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സോസ് ഇല്ലാതെ കുരുമുളകിന്റെ അംശം ചേർത്താൽ, ഇങ്ങനെ പല രീതിയിൽ അതിന്റെ വെറൈറ്റികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ ഇവര് പുറത്തിറക്കുന്നത്. അത് നമ്മൾക്ക് കേട്ടാൽ അവിശ്വസനീയമായിട്ട് തോന്നാം. അതുപോലെ ആണ് ഇറക്കുന്നത്. പക്ഷെ അതിന്റെ വില താരതമ്യേന കുറവായിരിക്കും. ആർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ വില ഇട്ടിരിക്കുന്നത്. 10 രൂപയുടെ വരെ പാക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, 10 ഉണ്ട്, 25 ഉണ്ട്, 50 ഉണ്ട്. നമ്മളൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും ഇതിന്റെ വിലയൊക്കെ. 48 രൂപയുടെ ഉണ്ട്. ഇതും കഴിഞ്ഞിട്ട് ഇതിന്റെ പല രീതിയിലുള്ള പല കളറുകളിലുള്ള പാക്കറ്റുകൾ ഇറങ്ങുന്നത്. പച്ച നിറത്തിലുള്ളത് വരാൻ തുടങ്ങി, നീല നിറത്തിലുള്ള പാക്കറ്റ്, ചുവന്ന നിറമേ, ഇങ്ങനെ പലത് വന്നു. അപ്പൊ ആ ഓരോ നിറമുള്ള പാക്കറ്റിന്റെ അകത്തെയും ഫ്ലേവറുകളിൽ വ്യത്യാസമുണ്ട്, രുചി ഭേദങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ കുട്ടികളും പറയാൻ തുടങ്ങി, എനിക്ക് ആ ചുവന്ന നിറമുള്ള ലേസാണ് വേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പച്ച നിറമുള്ളതാണ്, എനിക്ക് നീല നിറമുള്ളതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയ ആളുകളായി. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾ പുറത്തിറക്കുന്ന ഭക്ഷണങ്ങൾക്ക് ആവശ്യക്കാർ ഏറുവാൻ തുടങ്ങി. അവരുടെ ഉൽപ്പന്നം നമ്മുടെ നാവിൽ ഉണ്ടാക്കുന്ന രുചിഭേദങ്ങൾ അനുസരിച്ചിട്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുവാൻ തുടങ്ങി. അപ്പം ഈ കമ്പനികൾ, ഇപ്പൊ ഫുഡുകൾ ഇറക്കുന്ന ഈ ലേസിന്റെ കമ്പനി ആവട്ടെ, അല്ലെങ്കിൽ KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന KFC ചിക്കന്റെ പിന്നിലാവട്ടെ, അതിന്റെ പിന്നിൽ സേവനം ചെയ്യുന്ന അനവധി ഭക്ഷ്യശാസ്ത്രജ്ഞന്മാരുണ്ട്. കോടിക്കണക്കിന് ഡോളർ അവർ അതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അപ്പോ പുറത്ത് മുരിഞ്ഞതും അകത്ത് മാർദ്ദവുമായിട്ടുള്ള ഭക്ഷണത്തിന് ആളുകൾക്ക് താല്പര്യമുണ്ടായി. കാരണം അതൊരു പക്ഷേ പൂർവികരുടെ കാലത്ത് എപ്പോഴോ അത്തരത്തിലൊരു ഭക്ഷണത്തോടുള്ള താല്പര്യമായിരിക്കാം ഇന്നും അത് നമ്മളുടെ കുട്ടികളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അല്ലെ, പുറമേ മുരിഞ്ഞതും ഉള്ളിൽ മാർദ്ദവുമുള്ളത്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മൾ ബിസ്ക്കറ്റ്
പണ്ട് കഴിച്ചിരുന്ന പോലെ അല്ല. ഇന്നത്തെ ഒരുപാട് വെറൈറ്റി ബിസ്ക്കറ്റുകളുണ്ട്. അതിൽ നമ്മൾ ഈ കുക്കി ബിസ്ക്കറ്റുകൾ, നമ്മുടെ പല രീതിയിലുള്ള ബ്ലാക്ക്, എന്താണ് അതിന്റെ പേരുകൾ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? 2 ബിസ്ക്കറ്റുകൾ ഇങ്ങനെ അടച്ചു വെച്ച പോലെ ഇരിക്കും. അതിന്റെ നടുക്ക് നല്ല ക്രീമി ആയിരിക്കും, ക്രീം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പുറമേ നല്ല കട്ടിയുള്ള സാധനം, അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ക്രീമി ഫുഡ് അങ്ങനെ കഴിക്കുന്നു. അപ്പോ ഓറിയോ ബിസ്ക്കറ്റിന്റെ കുക്കിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആ ഒരു രീതിയിലാണ്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാമുഖ്യമേറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നാവിലെ തോന്നലുകൾക്ക്, നാവിലുണ്ടാകുന്ന തോന്നലുകൾക്ക് എതിർചേരിയിൽ ഉള്ളവയ്ക്കായിട്ട് പാകം ചെയ്ത ഭക്ഷണങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതായത് എതിർചേരിയിലുള്ള ഭക്ഷണത്തോട് നമ്മുടെ നാവിന് പ്രത്യേക താല്പര്യമുണ്ട്. അതാണ് പറഞ്ഞത്, പുറമേ കട്ടിയുള്ളതും ഉള്ളിലേക്ക് വരുമ്പോൾ മാർദ്ദവമുള്ള ക്രീമി ആയിട്ടുള്ള ഭക്ഷണങ്ങളോട് അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ആ അഭിനിവേശം ഉണ്ടാകുന്നത്. എതിർചേരിയാണ്, അതായത് പുറമേ കട്ടിയുള്ളത് ഉള്ളിൽ മാർദ്ദവമായത്. ഈ രീതിയിലുള്ള ഭക്ഷണം ഇന്നും നമുക്ക് ഇഷ്ടമാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഭൂരിപക്ഷവും ഏതാണ്ട് ഇതേ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ പഫ്സ്, ഇതിന്റെ പുറത്ത് കട്ടിയുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കുറച്ചുകൂടെ മാർദ്ദവമാണ്. ബർഗർ, ഇങ്ങനെ പല ഭക്ഷണങ്ങളും എടുത്തു നോക്കിയാൽ ഇതിന്റെയൊക്കെ ഈ ഒരു നിയമം അനുസരിച്ചിട്ടാണ് ഈ ഭക്ഷണത്തിന്റെ രീതികളൊക്കെ അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ക്രീം ബണ്ണ് എന്ന് പറഞ്ഞ ഭക്ഷണമുണ്ട്. അതിന് പുറമേ ഉള്ള ആ ഒരു കട്ടി സോഫ്റ്റ്നെസ് ആണ്, എങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി ക്രീമി ആയിരിക്കും ഇതിന് നടുക്കോട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ച്, ബ്രെഡ് ആൻഡ് സാൻഡ്വിച്ച്, ബ്രെഡിന്റെ ഉള്ളിൽ ജാം പുരട്ടി നമ്മൾ കഴിക്കുമ്പോഴും ഏതാണ്ട് ഇതേ നിയമങ്ങളാണ് അവിടെ അവലംബിക്കപ്പെടുക. അപ്പൊ ഇത്തരം ഭക്ഷണത്തിനോട് താല്പര്യം ആളുകൾക്കുണ്ടാവും. എതിർചേരിയിലുള്ളത്, അതായത് കട്ടിയുള്ളത് പുറമേയും അകത്ത് മാർദ്ദവും ഉള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ അതിനോടൊരു പ്രത്യേക അഭിനിവേശം നമ്മുടെ നാവിനൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു രീതികളൊക്കെ വരുമ്പോൾ നമ്മള് ഇപ്പൊ ഓറിയോ കുക്കി എന്ന ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഇതിനൊക്കെ അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു തത്വമാണ്. അപ്പോ മൊരിഞ്ഞ പീസ കഴിക്കുമ്പോൾ, നമ്മൾ പീസ കഴിക്കുമ്പോൾ അതിന്റെ പുറത്ത് മൊരിഞ്ഞിരിക്കും, ഉള്ളിലേക്ക് വരുമ്പോൾ ക്രീം പോലെ ഉള്ള കാര്യങ്ങളായിരിക്കും അതിന്റെ ഉള്ളിലേക്ക് വരും. അപ്പോ അതിലൊക്കെ നൈസർഗികമായിട്ട് പാകം ചെയ്ത ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ ഇന്ദ്രിയങ്ങൾക്ക് സുഖാനുഭവം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾക്കാണ്. കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണങ്ങളോടാണ് നമുക്ക് താല്പര്യമുണ്ടാവും. കാരണം അന്ന് ഇത് ലഭിക്കാതിരുന്ന കാലത്ത് അവർക്കുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടത്തിന്റെ കാര്യം, അവർക്കിത് വല്ലപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു അഭിനിവേശം നമ്മളിലൂടെ തുടർന്നു പോകുന്നു. പക്ഷെ നമുക്ക് ആ അഭിനിവേശമുണ്ട്, അന്ന് അഭിനിവേശമുണ്ട്, പക്ഷെ ലഭ്യത കുറവായിരുന്നു. ഇന്നും ആ അഭിനിവേശം തുടരുന്നു, പക്ഷെ ലഭ്യതയില്ലായ്മയില്ല. ഇഷ്ടം പോലെ ഇത് കിട്ടാൻ അവസരമുണ്ട്. അപ്പോൾ നമ്മളിത് കൂടുതൽ കഴിക്കുന്ന രീതിയിലേക്ക് വന്നു. നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മളിൽ വന്നു. അപ്പോ ഇത്തരം തന്ത്രങ്ങൾ, അപ്പം ഭക്ഷണശാസ്ത്രജ്ഞരെ ഒരേപോലെ ഉൽപ്പന്നത്തിന്റെയും നമ്മളൊരു ബ്ലിസ് പോയിന്റ് എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുവരിക. ബ്ലിസ് പോയിന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതിയോട് തോന്നുന്ന ഒരു ആഭിമുഖ്യം, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ രുചികരമായ ഭക്ഷണം മാത്രമല്ല ഇന്ന് ആളുകൾക്ക് ഇഷ്ടം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയ അനുഭവങ്ങൾ നൽകുന്ന ഭക്ഷണങ്ങളോടാണ് ആളുകൾക്ക് താല്പര്യമേറി വരുന്നത്. അല്ലെ, രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം. ഇപ്പൊ നമ്മൾ ചീര കറി വെച്ച് നമുക്ക് നല്ല ഇഷ്ടമാണ്. ചീര നല്ല പോഷക സമൃദ്ധമാണ്, കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കാഴ്ചശക്തി ഉണ്ടാകാനൊക്കെ സഹായിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു 2-3 ദിവസം നമ്മളിങ്ങനെ ചേർത്ത് അടുപ്പിച്ച് ഈ ചീര തന്നെ കഴിച്ചാൽ നമ്മൾ മടുത്തു പോകില്ലേ? നമ്മൾ പിന്നെ കഴിക്കില്ല അത്. നേരെ മറിച്ച് ഇത്തരം ഭക്ഷണങ്ങളോട് നോക്കുക. ഇപ്പം ലേസ് കഴിക്കുന്ന കുട്ടി എന്നും ലേസ് കിട്ടാൻ ഇഷ്ടപ്പെടുന്നു, എന്ന് കഴിച്ചാലും മടുക്കുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ പുതിയത് വന്നു. ഇതിനോടൊക്കെ നമ്മുടെ നാവിന്റെ രസമുഖങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ആധുനിക ഭക്ഷണ വ്യവസായത്തിന്റെ അമിത ഭക്ഷണശീലങ്ങൾ സ്വഭാവ പരിണാമത്തിന്റെ 2ാം നിയമമായിട്ടുള്ള ആകർഷകമാക്കുക എന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. അതായത് ആധുനിക ഭക്ഷണ വ്യവസായം ചെയ്യുന്ന ആരൊക്കെയാണിന്ന്? നമുക്ക് KFC കുറിച്ച് പറഞ്ഞു. KFC എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ തന്നെ 2ാമത്തെ ഭക്ഷ്യ വിതരണ ശൃംഖലയാണ്. അതായത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭക്ഷണം കയറ്റി അയക്കുന്നതിൽ 2ാമത് നിൽക്കുന്ന കമ്പനിയാണ് KFC. 1ാമത് നമ്മുടെ ഹാംബർഗർ കൊടുക്കുന്ന മറ്റേ കമ്പനി ഉണ്ടല്ലോ, പേര്
അങ്ങനെയുള്ള കമ്പനികളൊക്കെ, ഇതൊക്കെയാണ് ആധുനിക വ്യവസായം. ഇപ്പൊ ലേസ് ഉണ്ടാക്കുന്നത് അതും ആധുനിക ഭക്ഷ്യ വ്യവസായമാണ്. അപ്പൊ ഇവിടെ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് തന്നെ ഈ പറയുന്ന ആകർഷകമാക്കുക എന്ന നിയമം തന്നെയാണ്. നമ്മളിപ്പോ പറഞ്ഞു വന്നത്, ഈ ഒരു അധ്യായം മുഴുവൻ പറയുന്നത് ആകർഷകമാക്കുക, സ്വഭാവങ്ങളെ ആകർഷകമാക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഒരു ഭക്ഷണ വിതരണ കമ്പനികളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ആകർഷകമാക്കുക എന്നുള്ളൊരു നിയമമാണ്. എത്രത്തോളം ആകർഷകമാക്കുന്നു അത്രത്തോളം അതിനോട് ആളുകൾക്കുള്ള ആഭിമുഖ്യം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം അത് പിന്നീട് എന്താണ്, നമ്മുടെ ശീലമായിട്ട് മാറാനും എളുപ്പമാവും. അതുകൊണ്ടാണ് ഇന്ന് കുട്ടികളൊക്കെ മസ്റ്റായിട്ടും ലേസ് കഴിക്കുക എന്നൊരു ശീലത്തിലേക്ക് നിർബന്ധിതമായിട്ട് അവർ കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് അവർക്ക് മാസത്തിൽ ഒരു തവണയിലും കിട്ടണം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പോ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സമൂഹം നിറയെ നമ്മുടെ പൂർവികർ പരിചയിച്ച ലോകത്തിന്റെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകള് പരിചയപ്പെട്ടതും ഉപയോഗിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ കാര്യങ്ങളുടെ ഒക്കെ ഒരു പരിഷ്കൃത രൂപങ്ങളാണ് ഇന്നും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അപ്പോ ഉടുപ്പുകൾ വിൽക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഉടുപ്പുകൾ, ഷർട്ടുകൾ, മേൽക്കുപ്പായങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഇത്തരം വിൽക്കുന്ന കടകളിലൊക്കെ ചെല്ലുമ്പം അവിടെയൊക്കെ ഒരു തരം ബൊമ്മയുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ, ഉടുപ്പുകൾ ഇട്ട് വെക്കാനായിട്ട്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ഡ്രസ്സ് ഇടുന്നോ ഇതുപോലെ തന്നെ ഒരു ബൊമ്മയെ അവിടെ ഡ്രസ്സ് അണിയിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കും. അത് ആണിന്റെ ഷേപ്പിലുള്ളതുണ്ട്, പെണ്ണിന്റെ ഷേപ്പിലുള്ളത് വേറെയുണ്ട്. അവരുടേതായിട്ടുള്ള ശാരീരിക പ്രകൃതി പോലെയുള്ള തന്നെ ബൊമ്മകൾ ഉണ്ടാവും. അപ്പൊ ഇതിനെ കൊണ്ട് ഉടുപ്പുകളൊക്കെ ഇടിയിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ എന്താണ്, നമ്മളിത് ഇവിടെ കാണുമ്പോൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഉടുപ്പുകൾ ഇട്ടൊരു മനുഷ്യനെ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ആകർഷണം തോന്നുന്നത് ഇത്തരം ബൊമ്മകളെ ഉടുപ്പുകൾ ഇടിയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ ലൈക്ക് കിട്ടുകയൊക്കെ ചെയ്യുക. അപ്പോ അവിടെ സംഭവിക്കുന്ന എന്താണ്, അതായത് യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമല്ലാത്ത എന്തെല്ലാം ഉത്തേജന രംഗങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഉത്തേജിപ്പിക്കുന്ന തലത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു, ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചിങ്ങനെ സന്തോഷിക്കുന്നയാളുടെ മുഖഭാവം പരസ്യത്തിൽ കാണും. അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഇഷ്ടങ്ങളെ ഇങ്ങനെ പുറത്ത് കാണിക്കുന്ന ഫേസ്, ആ ഒരു മോഡലുകൾ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്കത് വളരെ ഇഷ്ടം തോന്നും. അപ്പൊ ക്രമേണ നമുക്ക് ഇത് കഴിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് സാധിക്കുകയില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതൊക്കെയാണ് അല്പനിമിഷത്തിനുള്ളിൽ ഈ പരസ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു മോഹത്തിനെ, ഇഷ്ടത്തിനെ വിതയ്ക്കുകയാണ്. അപ്പോ അതിൽ നിന്ന് നമ്മളിപ്പം തുണികളുടെ പരസ്യം കാണുമ്പോൾ ബൊമ്മകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു മോഡലിന്റെ പരസ്യം കാണുക, ഏതെങ്കിലുമൊക്കെ നല്ല തുണിക്കടയുടെ പരസ്യം മോഡലുകളെ വെച്ചിട്ട് ചെയ്യും. അപ്പൊ അത് ആ ഒരു മോഡലിന് തന്നെ യഥാർത്ഥ ജീവിതത്തിലുള്ള അവരുടെ ഷേപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ചേഷ്ടകളോ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമോ അല്ല നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ കാണുക. പക്ഷെ വളരെയധികം അത് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ക്യാമറ ഷൂട്ട് ചെയ്ത്, വീഡിയോ ഷൂട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ലൈറ്റും ഡാർക്കും ഒക്കെ കൃത്യമായിട്ട് കൊടുത്ത്, അതെല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങിലോ അല്ലെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിലോ ഒക്കെ ഒന്നുകൂടി ഇതിനെയൊക്കെ വളരെ ക്ലിയർ ആക്കി എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് മികച്ച ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിൽ അഭിനയിച്ച മോഡലിന്റെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ഭംഗി, സൗന്ദര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അഭിനിവേശം, ഈ അഭിനിവേശത്തെയാണ് ഇത്തരം വിൽപ്പന ചെയ്യുന്ന കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഒരു നിമിഷമെങ്കിലും അത്തരത്തിലൊന്ന് ആകാൻ കഴിയണം എന്നുള്ളൊരു അഭിനിവേശം നമ്മളിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് പോയി വാങ്ങി ഉപയോഗിക്കാനൊക്കെ തുടങ്ങും. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഭക്ഷണശീലങ്ങൾ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതുപോലെ സാമൂഹിക മാധ്യമത്തിലെ ഉപയോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ആകർഷകമാക്കുന്ന നിയമത്തെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പോൺ സൈറ്റുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു അടൽച്ചൊള്ളി വീഡിയോസ് വരുന്ന സൈറ്റുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ഈ ഒരു സൈറ്റിലൂടെ കാണുമ്പോൾ ഇത് കൂടുതൽ ആകർഷണീയമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് കാണാനുള്ള താല്പര്യവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ചരിത്രം ഒരു പടമാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ ഇന്നുള്ളതിലും ആകർഷകമായിരിക്കും. കാലം മുന്നോട്ട് വരുന്നതനുസരിച്ചിട്ട് എന്താണ്, ഇതിന്റെയൊക്കെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു.
നമ്മൾ ചിന്തിക്കുക, പഴയ കാലത്ത് ഈട്ടി ഉപയോഗിച്ചുള്ള കസേര, ഈട്ടി ഉപയോഗിച്ചുള്ള മേശ, അത് ഉപയോഗിച്ചിട്ടുള്ള ടീപ്പോയി, സ്റ്റൂള് ഒക്കെ പണിത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആഠ്യത്വത്തിന്റെ ലക്ഷണമായിരുന്നു അല്ലെ. വീട്ടിലുണ്ട് ഈട്ടിയിൽ പണിതാണ് അലമാരി കേട്ടോ എന്ന് പറയുന്നത് തന്നെ ഒരു ഇതിന്റെ ലക്ഷണമായിരുന്നു. പക്ഷെ ഇന്ന് നോക്ക്, ഈട്ടിയുടെ അലമാര വേണമെന്ന് അത്രത്തോളം ശാഠ്യം നമ്മൾ പിടിക്കാറില്ല. ഈട്ടിയുടെ കസേര വേണം, അല്ലെ ഈട്ടിയുടെ മേശ വേണം, അത്രത്തോളം വലിയ ആ ഒരു താല്പര്യം നമുക്ക് കുറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഇരിക്കുന്ന ഇരിപ്പി നമുക്ക് ഉറങ്ങണമെന്ന് തോന്നിയാൽ സ്വിച്ചിട്ടാൽ നമ്മളെ പുറകോട്ട് ചായച്ച് കിടന്നുറങ്ങുന്ന രീതിയിൽ വരുന്ന കസേരകൾ വന്നു. ഇനി കാല് നമുക്കൊന്ന് ഉയർത്തി വെക്കണമെന്ന് തോന്നിയാൽ സ്വിച്ചിട്ടാൽ അടിയിൽ നിന്ന് രണ്ട് സാധനം നീണ്ടു വരും, നമ്മുടെ കാലിങ്ങനെ പൊക്കി നമുക്ക് താങ്ങി വെക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരുന്ന കസേരകൾ വന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളും അഭിനിവേശങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരാൻ തുടങ്ങി. നമ്മൾ ഒരു കാലത്തും ചിന്തിച്ചാൽ ഇത്തരത്തിലൊരു കസേര ഉണ്ടായി വരും, അല്ലെ ഇത്തരത്തിലൊരു മേശ നമ്മുടെ വീട്ടിലുണ്ടാവുമെന്ന് അന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അല്ലെ ഒരുപക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിരിക്കുക ഇത്തരത്തിലൊരു കസേര ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു കേട്ടോ, ഇരിക്കുന്ന ഇരിപ്പ് എനിക്ക് ഉറക്കം വരിക, അപ്പൊ എഴുന്നേറ്റ് കട്ടിലൊന്നും പോയി കിടക്കാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു കസേര ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷെ ഇന്നത് സാധ്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നുണ്ട്. അതിന് മുന്നോട്ട് പോകും തോറും അതിന്റെ സാധ്യതകളും ലഭ്യതകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ അല്ലെ. അപ്പോ ഇങ്ങനെ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതി നമ്മൾ പലരോടും കുട്ടികളോടും ഒക്കെ പറയാറുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പോലും ഇനി വരാൻ പോകുന്ന ഇതിനേക്കാൾ കലോറി കൂടിയ ഭക്ഷണങ്ങളായിരിക്കും അടുത്ത ഒരു തലമുറയുടെ കാലത്ത് അവർ ഭക്ഷിക്കാൻ പോകുന്നത്. അത് കഴിക്കുക, നമുക്ക് തടയുക എന്നൊക്കെ പറയുന്ന അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇന്ന് ലെയ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്, KFC, മക്ഡൊണാൾഡ് ഇതൊക്കെ കഴിക്കുന്ന കുട്ടികൾ അവര് ഇതാവുമ്പോൾ, പ്രായമുള്ളവരാകുമ്പോൾ അവരുടെ മക്കൾ കഴിക്കുന്നത് എന്തായിരിക്കും? ഇതിനേക്കാൾ അപ്പുറത്തേതായിരിക്കും. അന്ന് അവർ പറയുന്നത്, പക്ഷെ അന്ന് ഞങ്ങൾക്കൊന്നും ഇതൊന്നും കിട്ടാനില്ലായിരുന്നു, ഞങ്ങൾ അന്ന് പാവപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസും പാവപ്പെട്ട മക്ഡൊണാൾഡും പാവപ്പെട്ട ഇതൊക്കെ ലെയ്സും ഒക്കെ കഴിച്ചാണ് അന്ന് ഞങ്ങൾ ജീവിച്ചതെന്നായിരിക്കും ഒരുപക്ഷെ അന്ന് പറയുക അല്ലെ. അപ്പോ അനുഭവങ്ങളെ ചെറുക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ആനന്ദം നിറഞ്ഞ ഇന്ദ്രിയ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഒരു തലച്ചോറാണ് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എങ്കിലും അവരുടെ മുന്നിലുള്ള പ്രലോഭനങ്ങളല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ പൂർവികർക്ക് മുന്നിൽ ഭക്ഷണങ്ങളായിട്ട് വരുന്ന പ്രലോഭനങ്ങൾ അല്ല ഇന്ന് നമ്മുടെ മുന്നിൽ. കാരണം ഇന്ന് ഈ പറഞ്ഞ ഭക്ഷണങ്ങളിൽ ഏത് വേണമെങ്കിലും, കുഴിമന്തി ആണെങ്കിലും അഫ്ഗാനോ അങ്ങനെ ഏതാണ്ടൊക്കെ ഭക്ഷണങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഷവർമയാവട്ടെ, ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന് പ്രലോഭനങ്ങളായി ഒരുപക്ഷെ പണ്ടുള്ളവരിതൊന്നും കേട്ടിട്ട് കൂടി ഉണ്ടാവില്ലെങ്കിലും ഇന്ന് നമ്മളിത് കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല നമ്മളെ അത് പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല നമുക്കത് കയ്യെത്തും ദൂരത്തായി മാറിക്കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വിചാരിച്ചാലും അത് കഴിക്കണമെന്ന് വിചാരിച്ചാൽ കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു, ലഭ്യത വർദ്ധിച്ചു. അപ്പോ നമ്മുടെ ശീലങ്ങളെ ആകർഷകങ്ങളാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ശീലങ്ങൾക്കും ഉള്ള ഒരു ജീവശാസ്ത്രപരമായിട്ടൊരു കയ്യൊപ്പ് ഉണ്ട് എന്നാണ് പറയുക. അതായത് ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ട് എല്ലാ ശീലങ്ങളുടെ പിന്നിലും. നമ്മുടെ എല്ലാ ശീലങ്ങളുടെ പിന്നിലും ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ട്. ഡോപ്പമീൻ ആണ് നമ്മളെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോർമോൺ, അല്ലെ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് ഡോപ്പമീൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ, ഡോപ്പമിൻ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ തുടർന്നു പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കൃത്രിമമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ശീലത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അളക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുന്ന കൃത്യമായ നിമിഷം മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കൃത്യമായ നിമിഷമുണ്ട്. അപ്പോ 1954 ചില സയന്റിസ്റ്റുകൾ ആഗ്രഹങ്ങളുടെയും കൊതിയുടെയും പിറകിലെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കുന്നതിനിടയിലാണ് ഡോപ്പമൈൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അറിയാൻ കഴിയും. ഇന്നിപ്പോ ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായിട്ട് പറയുന്നത്. പക്ഷെ ഇത് 1954 ഈ ഒരു ഹോർമോണിനെ കുറിച്ച് ശരിക്കും അറിയാൻ തുടങ്ങിയത്. ഇത്തരത്തിലൊരു ഹോർമോൺ നമ്മളിലുണ്ട്, ഇതാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ പുറപ്പെടുവിക്കപ്പെടുന്ന ഹോർമോൺ, നമ്മൾ ഉത്തേജിതരാകുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ വർഷങ്ങളോളം
ശാസ്ത്രജ്ഞർ ധരിക്കപ്പെട്ടിരുന്നത് ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രചോദനം, പഠനം, ഓർമ്മ, ശിക്ഷ, വെറുപ്പ് തുടങ്ങിയ സംഗതികൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ ഒരു ആനന്ദമുളവാക്കുന്ന ആകർഷകം ആയിട്ടുള്ള ചില നാഡീ പ്രക്രിയകൾ നമ്മളിൽ നടക്കുമ്പോഴാണ് ഈ ശീലങ്ങൾ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ശീലമായിട്ട് ഇത് മാറുക. നമ്മൾ ചെയ്യുന്ന കാര്യം 1 ചെയ്തു 2 ചെയ്തു നമ്മളത് ഉപേക്ഷിച്ചു. ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ പോയി, 2 ദിവസം ചെയ്യാൻ പോയി, ഒരാഴ്ച ചെയ്തു ഉപേക്ഷിച്ചു. പക്ഷെ ഇത് ശീലമായി മാറുന്ന എപ്പോഴാണ്? നമുക്കതിൽ ചില ആനന്ദം നൽകുന്ന സമയത്താണ്. ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. ബോറടിക്കാറുണ്ട്. പക്ഷെ ഇത് ഗവൺമെന്റ് ജോലിയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ തന്നെ ശമ്പളം നമുക്ക് അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇതുള്ളത് കൊണ്ട് നമ്മൾ എന്താണ്, ഇഷ്ടമില്ലെങ്കിൽ പോലും ഈ ജോലി ശമിച്ചുകൊണ്ടാണെങ്കിൽ ഈ ജോലി ചെയ്തു വൈകുന്നവരെ ആക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആനന്ദം നൽകുന്ന സംഗതി മറുഭാഗത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശീലങ്ങളെ തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു നാഡീ പ്രക്രിയ നമ്മളിൽ നടക്കണം. ഇപ്പോ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നും ചെയ്യുന്നവരോട് ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു 20 വർഷമായിട്ട് അദ്ദേഹം യോഗാഭ്യാസം മുടക്കിയിട്ടേ ഇരുന്നവർ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു ദിവസം മുടങ്ങിയാൽ പോലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. 20 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു യോഗാഭ്യാസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡോപ്പമിൻ സ്പൈക്ക്, അതിൽ നിന്ന് കിട്ടുന്ന ചില ആനന്ദത്തെ ഇദ്ദേഹം പരിചയപ്പെട്ട് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആകെ അസ്വസ്ഥതകളായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഉറപ്പായിട്ടും ആ ശീലം തുടർന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഡോപ്പമിൻ സ്പൈക്കുകൾ നമ്മുടെ നല്ല ശീലങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മുടെ ശീലങ്ങളെ കൂടുതൽ ആകർഷകമാക്കുവാൻ സാധിച്ചാൽ നമുക്ക് അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഒരു വിജയം അല്ല, വിജയം എന്ന പ്രതീക്ഷയാണ് നമ്മെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് എന്ന് സാരം. ഒരു വിജയം ഉണ്ടാവുക. ഇപ്പൊ പലപ്പോഴും ഇന്ന് നമ്മൾ പഠനങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിജയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ തകർക്കുന്ന സംഗതികളാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടു, ഒരു കാര്യത്തെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, കഷ്ടപ്പെട്ടു, പല കാര്യങ്ങളും ചെയ്തു, അവസാനം ഇത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, നേടിക്കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു വിരസതയുണ്ട്. കാരണം നേടുന്നവരെ ഇതിനോടുള്ള ആ ഒരു താല്പര്യം, ഇതൊന്നും വേണ്ട. നമ്മളൊരു പ്രോഗ്രാം നടത്തുക എന്ന് വിചാരിക്കുക. നമ്മൾ സ്മൈലിന്റെ ആഭിമുഖ്യത്തിൽ പ്രോഗ്രാം നടത്തും. നമ്മൾ എന്താണ് ഇതിനുവേണ്ടി ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, കണക്കുകൂട്ടലുകൾ, മീറ്റിങ്ങുകൾ, അതിനുവേണ്ടിയുള്ള പരസ്യ പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചു. വളരെ ആവേശത്തോടെ ഇതൊക്കെ ചെയ്യുന്നു. എന്നുവരെയാണ് ഈ പ്രോഗ്രാം വിജയകരമായിട്ട് നടത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിരസതയായിരിക്കും. അപ്പോ വിജയത്തിലേക്കുള്ള പ്രതീക്ഷയാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്, അല്ലാതെ വിജയമല്ല. വിജയത്തിലേക്ക് പോവാം. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചു, SSLC പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടണം, റാങ്ക് കിട്ടണം, ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അവസാനം പത്രത്തിൽ അച്ചടിച്ച് ഫോട്ടോ വന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പക്ഷെ ഇത് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു വിരസത അനുഭവം. പക്ഷെ അതിനു മുമ്പുള്ള ആ നാളുകൾ, വിജയിക്കുന്നത് വരെ, അതറിയുന്നത് വരെ ഉണ്ടായിരുന്ന ആ നാളുകളാണ് അവന് കൂടുതൽ ഉത്തേജനം കൊടുത്തത്. ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. വിജയമല്ല, വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ രസകരമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ തലച്ചോറിൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന അതേ ഭാഗമാണ് നിങ്ങൾ ഒരു സമ്മാനം പ്രതീക്ഷിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സമ്മാനം കിട്ടുന്നു, ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇതേ പ്രവർത്തനം തന്നെയാണ് നമുക്ക് ആ ഒരു സമ്മാനത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ഫസ്റ്റ് റാങ്ക് കിട്ടുമോ, അല്ലെങ്കിൽ സ്വർണ്ണവള മേടിച്ചു തരുമോ, സ്വർണ്ണമാല വാങ്ങിത്തരുമോ, ഇതിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതേ സന്തോഷം തന്നെയാണ് ഈ പ്രതീക്ഷാ സമയത്തും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ നമ്മളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ശരിക്കുള്ള സമ്മാനപ്പൊതി തുറക്കുന്നതിലും സന്തോഷം പിറ്റേന്ന് സമ്മാനം കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്തകൾക്കാണ്. ഒരു കുട്ടിയായിരിക്കുമ്പോഴും നമുക്കൊരു സമ്മാനം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നമുക്ക് ഉളവാകുന്നത് തലേന്ന് നാളെ എനിക്ക് സമ്മാനം കിട്ടുമല്ലോ എന്നിങ്ങനെ ഇരിക്കുന്ന ആ ഒരു രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാതെയൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് സന്തോഷം വർദ്ധിക്കുന്നത്. അപ്പൊ ആ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത്. അപ്പോ മുതിർന്ന ആൾക്ക് ശരിക്കുള്ള അവധിക്കാലത്തേക്കാൾ അവധി വരുമല്ലോ എന്നുള്ള തോന്നലാണ് ഇഷ്ടം നൽകുന്നത്.
അപ്പം ഗൾഫിലൊക്കെ പോയിരിക്കുന്നവർ പറയും ലീവ് കിട്ടിയിട്ട് വേണം നാട്ടിലൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് സുഹൃത്തുക്കളുമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നടക്കാനെന്ന് ചിന്തിക്കും. പക്ഷെ ഇവർ വന്ന് ആ കാര്യം നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഉത്തേജനം നൽകുന്നത് ഗൾഫിൽ ഇങ്ങനെ അറബാബുവിന്റെ അടുത്ത് പണി ചെയ്യുമ്പോൾ പോകാമല്ലോ, ലീവ് കിട്ടുമ്പോൾ പോകാമല്ലോ, ലീവ് കിട്ടുമ്പോൾ പോകാമല്ലോ എന്നുള്ള ആ ചിന്തയാണ് അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ വന്നത് അനുഭവിക്കുമ്പോൾ അത്ര സന്തോഷം ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ തലച്ചോറ് പ്രതിഫലം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അവ ആഗ്രഹിക്കുന്നതിനാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക. ഇതിനെ ആഗ്രഹിക്കുന്നതാണ് കൂടുതൽ സന്തോഷം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോ ഹൈഡ്രോണിക് ഹോട്ട്സ്പോട്ടുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ആ ഒരു കാര്യത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില ഹൈഡ്രോണിക് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും. ഈ സ്പോട്ടുകളാണ് നമ്മളിലേക്ക് കൂടുതൽ ഡോപ്പമിന്റെ പ്രവാഹം അല്ലെങ്കിൽ ഡോപ്പമിൻ സന്തോഷം ഉളവാക്കുക, നമ്മൾ അതിനെ കൂടുതൽ ഇങ്ങനെ താല്പര്യത്തോടെ ഇഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ള രീതികളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് പറയുവാനായിട്ട് കഴിയും. അപ്പോ പ്രലോഭനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ശീലങ്ങളെ നമുക്ക് ആകർഷകമാക്കാം. അതായത് ഒരു പ്രലോഭനം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കുട്ടികളോട് പഠിക്കാൻ പറയാനായിട്ട് പലപ്പോഴും നമ്മളോട് ട്രെയിനേഴ്സ് ഒക്കെ പറയുന്നത് എന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഓറിയോ കുക്കി വാങ്ങിച്ചു തരാം എന്ന് പറയുവാണെങ്കിൽ അവൻ പഠിക്കും, ഇല്ലേ? ഇതുപോലെ ഒരു ബുക്ക് വായിക്കാൻ നമ്മളിപ്പോ കുട്ടികളെ പഠിക്കുന്ന അല്ലാതെ മറ്റൊരു ബുക്ക് വായിക്കാനായിട്ട് കുട്ടിയെ നമ്മളൊന്ന് ശ്രമിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഹാരി പോട്ടർ പല കുട്ടികൾക്കും വർഷങ്ങളായി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം മുതിർമ്പോൾ ഡിറ്റക്റ്റീവ് നോവലുകൾ, ഇങ്ങനെയൊക്കെ അപസർപ്പക നോവലുകൾ, ഇതൊക്കെ നമ്മുടെ ഒരു പ്രായത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോ നമ്മൾ എന്താണ്, മറ്റൊരു പുസ്തകം ഈ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പം വാസുകി IASന്റെ ദ സ്കൂൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബുക്ക് വളരെ മെച്ചപ്പെട്ടതാണെന്ന് കേട്ടു, ഇതൊന്ന് വായിപ്പിക്കാൻ ശ്രമിക്കുക. കട്ടിയായ ലാംഗ്വേജ് ആണ്, പക്ഷെ കുട്ടി വായിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ പറയും, ഇത് വായിച്ചു തീർത്താൽ നിനക്ക് ഹാരി പോട്ടറിന്റെ പുസ്തകം വായിച്ചു തരാന്ന് പറയുമ്പോൾ അതൊരു പ്രലോഭനം കൊടുത്തപ്പോ അവൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. അപ്പോ പ്രലോഭനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശീലങ്ങളെ നമുക്ക് ആകർഷകമാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനുള്ള ജോലികളൊക്കെ എഴുതി വെച്ചു, ഇത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ സ്വയം ഒരു പ്രലോഭനം കൊടുക്കാം, അല്ലെ? ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്റെ ജോലികളൊക്കെ 6 മണിയാളാകുമ്പോൾ ഇന്ന് ഞാൻ എഴുതി വെച്ച മുഴുവൻ ജോലിയും ചെയ്ത് പൂർത്തീകരിക്കുമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോയി നല്ല ബേഷ്വായിട്ട് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ, അല്ലെ നമുക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ ഇത് വൈകുന്നേരം ഇതെല്ലാം ചെയ്തു തീർത്താൽ ഇന്ന് ഞാൻ പോയി ഇതൊന്ന് കഴിക്കും എന്നൊരു തീരുമാനം എടുത്താൽ ഉറപ്പായിട്ട് നമ്മൾ അന്നത്തെ 100% ഈ പ്രലോഭനം നമ്മളെ ഉത്തേജിപ്പിക്കും. ശരിയല്ലേ? അത് ചിലപ്പം ഇപ്പൊ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ KFCയുടെ കാര്യം പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ ഭക്ഷണമായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഒരെണ്ണം കഴിച്ച് കളയാം, ഷവർമ ഒരെണ്ണം കഴിച്ച് കളയാം. ഇതെല്ലാം പക്ഷെ ഇത് കഴിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തു തീർത്തി, ഇന്നത്തെ ജോലി 100% ചെയ്തു തീർത്താൽ ഞാൻ പോയി കഴിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മദ്യപിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കഠിന ജോലികൾ പകല് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിലെ അവരെ പ്രലോഭിപ്പിക്കുന്ന ഉത്തേജനം എന്നാണ് വൈകുന്നേരം മദ്യശാലയിൽ പോകാമല്ലോ. അതുകൊണ്ടാണ് അവർ കഠിനമായിട്ട് ജോലി ചെയ്യുക. ഈ കഠിന ജോലിയൊക്കെ ചെയ്യും, സൈക്കിളിൽ ചവിട്ടി പോയിക്കൊണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്നു, വെയിലത്തൊക്കെ നടക്കുന്നു, വലിയ കഷ്ടപ്പാടാണ്. എങ്കിലും വൈകുന്നേരം ആ മദ്യശാലയിൽ ആ പോയുള്ള ഇരിപ്പിന്റെ ആ സുഖം ഓർക്കുമ്പോൾ ഇത് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ പ്രലോഭനങ്ങൾ ആളുകളുടെ മനസ്സിൽ പിന്നിലുണ്ട്. അപ്പൊ ഈ പ്രലോഭനങ്ങളെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ശീലങ്ങളെ നമുക്ക് കൂടുതൽ ആകർഷകമാക്കാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ്, ഇപ്പൊ വ്യായാമം ചെയ്യുക നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഇത് കഴിഞ്ഞാൽ കഴിക്കാം എന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഭക്ഷണത്തിന് വ്യായാമത്തിന് പുറകെ ഞാൻ ബദാം മിൽക്ക് കഴിക്കും എന്നൊരു ശീലം തുടങ്ങുകയാണെങ്കിൽ, അപ്പൊ എന്ന് ബദാം മിൽക്ക് കഴിക്കുന്നു അന്നൊക്കെ നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം എന്നൊരു റെസ്ട്രിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വ്യായാമം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ പ്രലോഭനമായിട്ട് ഈ പറയുന്ന ഹോട്ട് മിൽക്ക്, ബദാം ഹോട്ട് മിൽക്ക് ഈ പറയുന്ന ഇപ്പുണ്ട്, അപ്പൊ അത് കഴിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ ഇങ്ങനെ നമുക്ക് പ്രലോഭനവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശീലങ്ങളെ ഇങ്ങനെ ആകർഷകമാക്കിക്കൊണ്ടിരിക്കാം. അപ്പോ എല്ലാ വ്യാഴാഴ്ചയും ABC എന്ന് പറയുന്ന
അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്യുന്നു. അപ്പൊ ആളുകൾക്ക് അത് കാണാനായിട്ട് ഭൂരിപക്ഷത്തിനും അത്ര വലിയ താല്പര്യമൊന്നും തോന്നില്ല, ഹൈലി ഇൻട്രസ്റ്റീവ് അല്ല. പക്ഷെ അത് വിജ്ഞാനപ്രദമാണ്, ആളുകളെ കൂടുതൽ നന്നാക്കുന്ന ചില കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോ ഈ ABC അല്ലെങ്കിൽ അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതിന്റെ പിന്നിൽ ഇതേപോലെ തന്ത്രം അന്ന് പ്രയോഗിച്ചിരുന്നു. അപ്പോ അവർ പരസ്യത്തിൽ കൊടുത്തിരുന്നത് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് വരുന്ന ഞങ്ങളുടെ പ്രോഗ്രാം കാണൂ എന്നല്ല പറഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത്, റെഡ് വൈൻ കുടിക്കുകയും പോപ്കോൺ കഴിക്കുകയും ചെയ്ത് ആസ്വദിക്കൂ നിങ്ങൾ ഈ വൈകുന്നേരം എന്നാണ്. റെഡ് വൈൻ ഒക്കെ കുടിച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് നിങ്ങൾ വ്യാഴാഴ്ചകൾ ആസ്വദിക്കൂ. എത്ര സമയം? 8 മണിക്ക്. അപ്പൊ അതിനോടൊപ്പം തന്നെ TV ഓൺ ചെയ്ത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കൂടെ വെച്ചോളൂ എന്ന് മാത്രമേ അവർ പറഞ്ഞു. പക്ഷെ ആ പ്രോഗ്രാം ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. കാരണം ഈ ഒരു പ്രലോഭനത്തിന്റെ രീതിയിൽ പരസ്യം കൊടുത്തു. റെഡ് വൈൻ കുടിക്കുക ഇഷ്ടമുള്ള കാര്യമാണ്, അപ്പം പോപ്കോൺ കൂടെ അതിന്റെ കൂട്ടത്തിൽ കഴിക്കുക അതും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും ഒക്കെ കഴിച്ചിങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചോ നിങ്ങളെന്ന് മാത്രമാണ് ഇവർ പരസ്യം കൊടുത്തത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്താണ്, ഈ പ്രോഗ്രാം കൂടെ ആളുകൾ കാണാൻ തുടങ്ങി. അങ്ങനെ ശീലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ ആകർഷണമാക്കി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പ്രലോഭനം കൂടിയുണ്ട്. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് റെഡ് വൈൻ കുടിക്കാം, റെഡ് വൈൻ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാമല്ലോ, അല്ലെങ്കിൽ പോപ്കോൺ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നൊരു ശീലത്തിലേക്ക് വന്നു. അപ്പോ പ്രശസ്തരുടെ പ്രശസ്തമായിട്ട് ആളുകൾ പ്രശസ്തമാകുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെ കുറിച്ചുള്ള കിംവദന്തികളും പ്രശസ്തമാകും, അല്ലെ? ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ആളുകൾ പ്രശസ്തരാണെങ്കിൽ അവരുമായിട്ട് ചേർന്നിട്ടുള്ള കഥകളും പ്രശസ്തമായിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്നാണ് അഖിൽ NRD എന്ന് പറഞ്ഞൊരു യൂട്യൂബ് വ്ളോഗർ ഉണ്ടായിരുന്നു. അയാൾ പ്രശസ്തനായി വരികയായിരുന്നു. അന്നേരമാണ് അദ്ദേഹത്തിന്റെ വൈഫ് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടി പോകുന്നത്. പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയകൾ മുഴുവൻ ഇത് തന്നെ ചർച്ചാ വിഷയമായി. പോകുന്നതിന്റെ വീഡിയോ വരെ, രാത്രി നടന്നു പോകുന്നതിന്റെ വീഡിയോ വരെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയാലും കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ പ്രശസ്തരുടെ കിംവദന്തികൾ ആളുകൾക്ക്, ഭൂരിപക്ഷ ആളുകൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത്തരം വാർത്തകളായിട്ട് കൂടുതലും നമ്മൾ ഈ യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുന്നതിന്റെ കാര്യം ആളുകൾക്ക് അത് ഇഷ്ടമാണ്. അത് കാണാനായിട്ടാണ് ആളുകൾ കൂടുതൽ വരിക. ഇപ്പൊ നേരെ മറിച്ച് മറ്റെന്തെങ്കിലും വിജ്ഞാനപ്രദമായിട്ട് ഇടുന്ന വീഡിയോകൾക്ക് അത്രത്തോളം കാഴ്ചക്കാർ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ ക്ലിയർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇമെയിൽ ഉണ്ട്, ഇമെയിലിലേക്ക് ഇങ്ങനെ ഡെയിലി ഇമെയിലുകൾ വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നമ്മളതിനെ അതിന്റെ കാര്യം കഴിഞ്ഞതിനെ പലപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. കാരണം അത് കഴിഞ്ഞു എന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പൊ പക്ഷെ ഇത് കുറെ കഴിയുമ്പോൾ ഈ ഇമെയിൽ ക്ലിയറിങ് നമുക്ക് വിരസമായിട്ട് തോന്നുക. അപ്പൊ അത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഒരാൾ ചെയ്തത്, എന്റെ കൈകൾ ഒന്ന് പെഡിക്യൂർ ചെയ്യണം. പെഡിക്യൂർ, ഈ നഖങ്ങളെയൊക്കെ നല്ല ആകർഷണീയമാക്കി ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, പെഡിക്യൂർ ചെയ്യണം. അപ്പൊ അത് ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്തു, പെഡിക്യൂറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തു. എന്താണ് പെഡിക്യൂർ, ഇന്ന് വൈകുന്നേരം എനിക്ക് പെഡിക്യൂർ ചെയ്യണം, പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ ഇമെയിലുകളൊക്കെ ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ ദിവസങ്ങളിലും ഈ പുറകിലൊരു പ്രലോഭനശീലം കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോ കുമിഞ്ഞുകൂടുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്നത് കൂടെ നമ്മുടെ മുന്നിൽ ജോലികൾ കുമിഞ്ഞുകൂടുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന എന്താണ്, അതുമായിട്ട് ചേർത്ത് ഇതുപോലൊരു സംഗതിയെ വെക്കുക. ഈ ജോലികൾ ഞാൻ ചെയ്തു തീർത്താൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് തീർത്തെങ്കിൽ മാത്രമേ അതിലേക്ക് പോകാൻ കഴിയൂ എന്നൊരു റെസ്ട്രിക്ഷൻ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോ ഈ ശീലത്തിന് ശേഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ശീലം ചെയ്യും. അതായത് നിലവിൽ നമുക്കുള്ളൊരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ആ ശീലം ചെയ്യണമെങ്കിൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത് ഈ ശീലം ചെയ്ത് കഴിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തതിനെ ആകർഷകമാക്കുക. രാവിലെ കാപ്പി കുടിച്ച ശേഷം ഞാൻ ഇന്നലെ നടന്ന കാര്യത്തെ നന്ദിയോടെ ഓർക്കും. നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. നന്ദിയുടെ കാര്യം എപ്പോഴും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ നന്ദി പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെ നന്ദി എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത്, രാവിലെ കാപ്പി കുടിച്ചിട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ നന്ദി എഴുതിയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ നന്ദി എഴുതാൻ തുടങ്ങും. കാരണം കാപ്പി കുടിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ അത് കുടിക്കണമെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ട് നന്ദി എഴുതി വെച്ചിരിക്കണം, അല്ല നന്ദി പറഞ്ഞിരിക്കണം. അതുപോലെ ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ
വാർത്തകൾ വായിക്കാൻ തുടങ്ങും, അല്ലെ പുസ്തകം വായിക്കുവാൻ തുടങ്ങും. ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് അടുത്ത ശീലത്തിലേക്ക് വരാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ ശീലങ്ങളെ കണക്ട് ചെയ്ത് നല്ല ശീലങ്ങളുടെ ഒരു ശൃംഖല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നല്ല ശീലങ്ങൾ മാത്രമാകുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങും. ഉറപ്പല്ലേ അത്? നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയവരൊക്കെയാണ് പിന്നീട് ജീവിതത്തിൽ വിജയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സുഹൃത്തുക്കളോട്, നമ്മുടെ അടുത്ത സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടം അല്ലെ? ഞാനൊക്കെ അങ്ങനെ അധികം ആരും ഫോൺ വിളിക്കാറില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചതുള്ള അതുപോലെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഫോൺ ചെയ്യാനായിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെയൊക്കെ പറയണം മണിക്കൂറുകളിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയാറ്. കാരണം നമുക്കത് വലിയ താല്പര്യമാണ്. അന്ന് സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവര്, കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംസാരം നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ശീലത്തെ കണക്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാനൊരു 10 തവണ പുഷപ്പ് ചെയ്യുന്നു, വ്യായാമം ചെയ്യുന്നു. ചെയ്തതിന് ശേഷം ഞാൻ സുഹൃത്തിനെ ഫോൺ വിളിക്കും എന്നൊരു ശീലമാക്കി വേണേൽ കണക്ട് ചെയ്യാം. അതുപോലെ ആ വ്യായാമം ചെയ്തതിന് ശേഷം ഞാൻ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഫേസ്ബുക്കിൽ കൂടെ നോക്കുക, അപ്പൊ അതിനകത്തുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും കാണാൻ നമുക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഈ വ്യായാമം 10 തവണ ചെയ്തിരിക്കും എന്നൊരു ശീലം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രമേണ നമ്മുടെ ശീലത്തിന്റെ ഭാഗമായി മാറും, ശീലം തന്നെയായി മാറും, സ്വഭാവമായി മാറും, സംസ്കാരമായിട്ടൊക്കെ മാറി വരും. അപ്പൊ ഈ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ ഒരു പുതിയ ശീലത്തെ ആകർഷകമാക്കുക എന്ന രീതിയിൽ സാധാരണ നമ്മൾ മറ്റു കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് ശീലത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തന്നത്. അപ്പൊ ഇതിന്റെ സംഗ്രഹം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വഭാവ പരിണാമത്തിന്റെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഒരു ശീലത്തെ ആകർഷകമാക്കുക എന്നുള്ളതാണ്. ഒരു ശീലത്തെ ആകർഷകമാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തിൽ ഒരു പരിണാമം നമ്മൾ ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലം മോശമായ രീതിയിലാണ് നമ്മൾ ജീവിച്ചത്, അതിൽ നിന്നൊരു പരിണാമം വേണം, എനിക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ പുതിയ ശീലത്തിലേക്ക്, പുതിയതായി തുടങ്ങാൻ പോകുന്ന ശീലത്തിനെ നമുക്ക് ആകർഷകമാക്കുക എന്നുള്ളതാണ്. അതുപോലെ ആ ശീലം ചെയ്യാനുള്ള അവസരം എത്രത്തോളം ആകർഷകമാണോ അത്രത്തോളം അത് നമ്മുടെ ശീലമായിട്ട് മാറാൻ എളുപ്പമാണ്. ശീലങ്ങൾ ഡോപ്പമിൻ കൊണ്ട് ചലിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. ഡോപ്പമിൻ ഉയരുമ്പോൾ നമ്മുടെ പ്രചോദനവും ഉയരും. അതാണ് നമ്മളെ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഉടനെ കൈ കിട്ടുമ്പോൾ ആ ഒരാൾക്ക് കിട്ടുന്ന പ്രചോദനം വളരെ വലുതാണ്. ഇത് നമ്മൾ തന്നെ കൈകൊട്ടിയാലും മതി, നമുക്ക് പ്രചോദനം വർദ്ധിക്കും. അങ്ങനെ ഒരു ഡോപ്പമിൻ സ്പൈക്കിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് ശീലങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഒരു പ്രതിഫലം, നമുക്ക് ഇതിന് ശേഷമുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഇന്ന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു പ്രലോഭനം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ശീലത്തിനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രലോഭനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ശീലങ്ങൾ ആകർഷകമാക്കാം. ചെയ്യണമെന്നുള്ള ശീലങ്ങളെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ശീലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സാധ്യമാക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ശീലത്തെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ ശീലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആ ശീലത്തെ നമ്മുടെ ശീലമാക്കി മാറ്റാൻ സാധിക്കും. എന്നും ചെയ്യുന്നതിനെയാണല്ലോ ശീലം എന്ന് പറയുന്നത്. അങ്ങനെ ശീലമാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.